നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ശപിക്കരുത്. അതാ സംഭവം. ശപിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവന് ആത്മാവിൻ്റെ ഫലങ്ങളിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയല്ലേ സഭ ഇവിടം വരെ എത്തിയത്. ഇപ്പം സഭ ഏകാഗ്രമായിരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനും മറ്റ് സഭയ്ക്ക് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളോ ചെയ്തികളോ വരാതിരിക്കാൻ വേണ്ടി ജാഗ്രത ഉണ്ടാക്കുന്ന ആണ് സഭയുടെ ശുശ്രൂഷകരുടെ ലക്ഷ്യം. കാര്യം നമ്മൾക്കൊരു ബാക്കി എന്താണ്? ബാക്കിയെല്ലാം കർത്താവാണ് ക്രമീകരിക്കുന്നത്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞപ്പോൾ ഈശോയുടെ വചനങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭയിൽ കണ്ടത് നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുന്നുണ്ട് ആൾക്കാരെ. പിന്നെ എന്നാലും ചെറിയ അണ്ണന്മാരൊക്കെ ഉള്ളിൽ എന്നാലും നീ എനിക്കിട്ടങ്ങനെ പണിതല്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവുന്ന. അത് കറക്റ്റ് ചെയ്ത് ചെത്തിച്ചേർപ്പിച്ചിരിക്കുകയാണ് അവിടെ. അതെന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവർത്തനക്ഷമമാകാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ നിർദ്ദേശം നൽകിയത്.